മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേലി ജനതയിലെ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുത്തു. മഹാനായ ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയും, ഗാസി റളിയല്ലാഹു അൻഹു, യോദ്ധാവാൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്തതാകുന്ന മഹാനുഭാവനാണ്. ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന അവിശ്വാസികളാകുന്ന ആളുകൾക്കെതിരിൽ ഇസ്ലാമിൻ്റെതാകുന്ന സ്ഥാപനത്തിനു വേണ്ടി, സംസ്ഥാപനത്തിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു. 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ഒരൊട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആകെയുള്ള ആയുധമേതാ? ഒരൊട്ടകത്തിന്റെ താടിയല്ല. ആ ഒട്ടകത്തിൻ്റെതാകുന്ന താടിയല്ലുകൊണ്ട് 1000 മാസം രാവും പകലും യുദ്ധം ചെയ്യുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് വിശപ്പ് വരുമ്പോ അദ്ദേഹത്തിൻ്റെതാകുന്ന നൽകപ്പെട്ട താടിയല്ലിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹം ചുണ്ടൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, വാവെന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അതിൽ നിന്ന് മാംസം മുളച്ചു വരും, അതിൽ നിന്ന് തന്നെ പാനീയവും ലഭിക്കും. ഇതാര് പറഞ്ഞ ചരിത്രമാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കെട്ടുകഥയല്ല, അതാണ് ഈ പറഞ്ഞത്. അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകപ്പെട്ടതാകുന്ന ഈ ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് ആകെയുള്ള ആയുധമായി ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹം യുദ്ധത്തിൽ അടരാടി. എത്ര നാൾ? 1000 മാസം. 1000 മാസം എന്ന് പറയുന്നതിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത്. 83 വർഷവും 4 മാസവും. അത്രയും നാൾ അദ്ദേഹത്തിന് കിട്ടിയ സൗഭാഗ്യം, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ശത്രുക്കൾക്കെതിരിൽ വിജയിച്ചു. വിജയശ്രീലാളിതനായി ഒറ്റയ്ക്ക് തന്റെ നാട്ടുകാരോട്, തന്റെ സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ആരുമില്ല സഹായിക്കാൻ. ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്, ഒരാളുമില്ല. അദ്ദേഹം ജയിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ സ്വഹാബത്ത് ഫബഖൗ ബുകാഅൻ ശദീദ. മുത്തുനബി ഈ സംഭവം പറയുമ്പോൾ സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം പോലെ ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ. എന്തേ കാരണം? ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടിയ നേട്ടം 83 വർഷവും 4 മാസവുമാണ്. അതും യുദ്ധം ചെയ്യാൻ തന്നെ കിട്ടിയ അവസരം, അല്ലാതെ എത്രയോ കൊല്ലം അദ്ദേഹം ജീവിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആയുസ് വളരെ കുറഞ്ഞു പോയി, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു പോയി. ഇദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഒരു നേട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ലല്ലോ, ഞങ്ങൾക്കും വേണം അത്തരത്തിലുള്ള നേട്ടമെന്ന് കൊതിച്ചുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. അതിനാണ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹ് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖദർ പരിപൂർണമായി അല്ലാഹു ഇറക്കി നൽകുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്, നാം ഇറക്കിയത് ഈ ലൈലത്തുൽ ഖദറിലാണ് റസൂലേ, ലൈലത്തുൽ ഖദറിലാണ് ഹബീബേ.
ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ കോപ്പി ഇറക്കിയത് അത് പരിശുദ്ധമായ ശഅബാൻ 15 രാവിലാണെങ്കിൽ ആ ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായി ഇറക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പവിത്രമായ ലൈലത്തുൽ ഖദറിലാണത്രേ. അതുകൊണ്ട് തന്നെ അതിന് പവിത്രത കൂടി മഹത്വം കൂടി. ആ ലൈലത്തുൽ ഖദറിനെയാണ് പ്രതീക്ഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫീ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. ഈ ഖുർആൻ ഇറക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദർ എന്ന മഹനീയമായ രാവിനെ റമളാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽ 21 ഉണ്ട്, 23 ഉണ്ട്, 25-ാം രാവുണ്ട്, 27-ാം രാവുണ്ട്, 29-ാം രാവുണ്ട്. രാവ് തീർന്നിട്ടില്ല. 5 രാവും അതിൽപ്പെട്ടു. ഒറ്റ രാവല്ല നബിതങ്ങൾ പറഞ്ഞത്. ഈ 5 രാവും ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുക. റമളാനിൽ അവസാനത്തെ ഒറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എന്താ ഈ രാവിന്റെ മഹത്വം? എന്താണ് ഈ രാവിന്റെ മഹത്വം? നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാം, വമാ അദറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. പരിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ രാവാണ്. ഏത് 1000 മാസം? ഏത് 1000 മാസം? ബനു ഇസ്രായേൽ ജനതയിൽപ്പെട്ടതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ ശമഊൻ എന്ന് പറയുന്നതായ യോദ്ധാവായ മനുഷ്യനല്ലയോ അക്കാലഘട്ടത്തിലേതാകുന്ന വലിയതാകുന്ന വിലായത്തിന്റെ മർത്തബയെത്തിച്ച വ്യക്തിയല്ലയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി യുദ്ധം ചെയ്തുകൊണ്ട് അടരാടി വിജയം വരിച്ചതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു 1000 മാസം യുദ്ധം ചെയ്തതാകുന്ന ധർമ്മസമരം നടത്തിയതാകുന്ന ആ കാലയളവുകളേക്കാൾ നിങ്ങൾക്ക് അല്ലാഹു ഈ ഒരൊറ്റ രാത്രി ഇബാദത്തെടുത്താൽ കൂലി നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 83 വർഷവും 4 മാസവും എന്നല്ല, പിന്നെന്താ 1000 മാസവും എന്നല്ല. ബഹുമാനപ്പെട്ടതാകുന്ന ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവൻ ഒരൊട്ടകത്തിന്റെ താടിയെല്ലുമായി ശത്രുക്കൾക്കെതിരെ അടരാടി വിജയം വരിച്ചതാകുന്ന കാലയളവോളം അദ്ദേഹത്തിന് കിട്ടുന്നതാകുന്ന കൂലിയേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഒറ്റ രാത്രി വർഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അൽഹംദുലില്ലാഹ്. ഒറ്റ രാത്രി ഇബാദത്തെടുത്താൽ ശമഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിനെ നൽകിയതാകുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. ഖൈറും മിൻ അൽഫി ശഹർ എന്നാണ് പറഞ്ഞത്. 1000 മാസത്തേക്കാൾ കൂടുതൽ അല്ലാഹു പ്രതിഫലം നൽകും.